ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. ഈ ഒരൊറ്റ വാചകം ലോകത്തിന്റെ നീതി സങ്കല്പങ്ങളെ കീഴ്മേൽ മറിക്കുന്നു. മറ്റുള്ളവരുടെ പാപങ്ങൾ വിരൽ ചൂണ്ടി കാണിക്കുന്നവർക്ക് മുൻപിൽ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ ക്രിസ്തു അവരെ നിർബന്ധിക്കുന്നു. നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ട് അവിടുന്ന് ഒരു വലിയ മൗനത്തിലൂടെ അവരെ വിചാരണ ചെയ്യുകയായിരുന്നു. എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അവിടെ ബാക്കിയായത് 2 പേർ മാത്രം, കരുണയും കഷ്ടപ്പാടും. ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. ഇത് വെറുമൊരു മാപ്പ് കൊടുക്കലല്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിലേക്കുള്ള വിളിയാണ്. വിധി നിർത്തലാക്കുന്നതല്ല, മറിച്ച് കരുണയിലൂടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവരാജ്യം. നമ്മുടെ കയ്യിലെ കല്ലുകൾ താഴെയിട്ട് ദൈവത്തിന്റെ കരുണയിലേക്ക് നമുക്ക് നോക്കാം. വിധിയേക്കാൾ വലുത് കരുണയാണെന്ന് തിരിച്ചറിയാം. വചനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലെ വിദ്വേഷത്തെ മാറ്റട്ടെ. വചനമാകുന്ന അപ്പം നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കട്ടെ.